നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും യേശു ശിഷ്യരുടെ മേൽ ഊതുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 23 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരുപാട് വ്യാഖ്യാന പെശകുകൾ ഉണ്ടായിട്ടുള്ള ഒരു ഭാഗമാണിത്. എന്താണ് യേശു ഇങ്ങനെ ഊതിയത്? പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് യേശു പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ആർക്ക് കിട്ടിയോ? ആരുടെ പാപങ്ങൾ നിങ്ങൾ നിർത്തുന്നുവോ നിർത്തപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും. അപ്പോൾ ശിഷ്യന്മാർക്കൊക്കെ പാപമോചനത്തിൻ്റെ അധികാരം ഉണ്ടായിരുന്നുവോ, അതിൻ്റെ പിന്തുടർച്ച ഈ കാലത്ത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് പഠനങ്ങളും ഒരുപാട് സംശയങ്ങളും ഉള്ള ഒരു വേദഭാഗമാണ് ഇത്. എന്നാൽ ഇവിടെ യേശു തൻ്റെ ശിഷ്യരോട് പറയുകയാണ്, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. തുറന്നു പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതുകയാണ്. തുറന്നു പറയുന്നത് നിങ്ങൾ, അതായത് ഞാൻ നിങ്ങളെ അയക്കുന്നല്ലോ, നിങ്ങൾ ആരുടെ പാപം നിർത്തുന്നുവോ അവർക്ക് നിർത്തപ്പെട്ടിരിക്കും, ആരുടെ പാപം മോചിക്കുന്നുവോ മോചിക്കപ്പെട്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ലളിതമാണ്. പഴയ നിയമം പരിചയമുള്ള ആളുകൾക്ക് ഇത് ഗ്രഹിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ആദ്യം യെരുശലേമിൽ, അങ്ങനെ യേശു പറഞ്ഞിരുന്നു, നിങ്ങൾ ആദ്യം യെരുശലേമിലും പിന്നെ യഹൂദയിലുടനീളം പിന്നെ ശമരിയിലും പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. നിങ്ങൾ സകല ജാതികളുടെ ഇടയിലേക്കും പോകണം എന്നാണ് യേശു പറഞ്ഞിരുന്നത്. യേശുവിൻ്റെ സുവിശേഷം ലോകം മുഴുവൻ അറിയണം. ലോകാവസാനത്തോളം ഇത് അറിയിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുകയും ദൈവവചനം അവരെ പഠിപ്പിച്ച് ശിഷ്യരാക്കുകയും വേണം. പക്ഷേ ഇപ്പോഴത്തെ ഈ നേതാക്കന്മാരുടെ ശിഷ്യന്മാരുടെ സ്ഥിതി എന്താണ്? അവർ 11 പേര് യൂദാത്മഹത്യ ചെയ്തല്ലോ. 11 പേര് ഒരു മുറിയിൽ വാതിലടച്ച് ശ്വാസമടക്കി പിടിച്ച് അനങ്ങാതെ ഭക്ഷണം പോലും കഴിക്കാതെ അവർ പേടിച്ചിരിക്കുക. അങ്ങനെ പേടിച്ചിരുന്ന ആളുകളോടാണ് യേശു പറഞ്ഞത്, പിതാവ് എന്നെ അയച്ച പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അവർ യെരുശലേമിലേക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനം മേടിക്കാനോ പോലും അവർ പുറത്തിറങ്ങുകയില്ല. കാരണം യേശുവിനെ കൊന്ന ആളുകൾ അവരെ കാണും, അവരെ കൊല്ലും എന്നുള്ള പേടിയാണ്. പക്ഷേ യേശു പറയുകയാണ്, എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. എൻ്റെ പിതാവ് എന്നെ അയച്ചത് തീർച്ചയായിട്ടും കള്ളന്മാരും കൊള്ളരുതാത്തവരും ഒക്കെ ആയിട്ടുള്ള നീചന്മാരായ പാപികളായ ആളുകളുടെ മധ്യത്തിലേക്കാണ്. ചെന്നായ്ക്കയുടെ മധ്യേ കുഞ്ഞാടിനെ പോലെ. അതുപോലെ ഞാനും നിങ്ങളെ അയക്കുകയാണ്. പക്ഷേ അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് യേശു അടുത്തത് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, എന്നിട്ട് അവരുടെ മേൽ ഊതുകയാണ്. അതിനു മുമ്പ് പഠിക്കുന്നവർക്കറിയാം, ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് മെനഞ്ഞ് ആദാമിനെ അങ്ങനെ നിർത്തിയിരിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ കിടത്തിയിരിക്കുന്നത് കണ്ടാൽ ജീവനുണ്ടെന്ന് തോന്നും. ദൈവമല്ലേ തൻ്റെ കരാങ്കുലികൾ കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിന് രൂപം നൽകിയത്. ജീവൻ ഉള്ളതായിട്ട് തോന്നും, പക്ഷേ ജീവനില്ലായിരുന്നു. കണ്ണുണ്ട്, പക്ഷേ കാഴ്ചയില്ല. കാതുണ്ട്, കേൾവിയില്ല. മൂക്കൊണ്ട് മണക്കുന്നില്ല, നാകൊണ്ട് സംസാരിക്കുന്നില്ല. ദൈവം എന്ത് ചെയ്തു? ആദാമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ ആദാം ജീവനുള്ളവനായതും കാണാൻ കഴിഞ്ഞതും കേൾക്കാൻ കഴിഞ്ഞതും സംസാരിക്കാൻ ഇടയായതും നടക്കാനും ഇടയായതുമൊക്കെ ദൈവം ഊതിക്കഴിഞ്ഞ. ഇപ്പോൾ ഈ വന്ന ശിഷ്യന്മാരുടെ സ്ഥിതി, ജീവനുണ്ടെന്ന് അവർക്ക് പേരുണ്ടെങ്കിലും ശവങ്ങൾക്ക് തുല്യമാണ്, മരിച്ച ആളിന് തുല്യമാണ്. ആദാമിൻ്റെ മേൽ ഊതി അവനെ പ്രവർത്തന നിരതനാക്കി മാറ്റിയ അതേ കർത്താവ്
മനുഷ്യനായി വന്ന കർത്താവ് അവരുടെ മേൽ ഊതുകയാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൈതന്യം ഉണ്ടാകും, ധൈര്യം ഉണ്ടാകും, നിങ്ങൾക്ക് വലിയ ഉത്സാഹം ഉണ്ടാകും, നിങ്ങളുടെ പേടിയും ഭയവും എല്ലാം മാറും. അതാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ യേശുവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണ ശേഷം പരിശുദ്ധാത്മാവിനെ പിതാവ് അയക്കും. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരും, അവർക്ക് കൃപാവരങ്ങൾ ലഭിക്കും, അവർക്ക് ശക്തി ഉണ്ടാകും, അവര് സുവിശേഷം അറിയിക്കാൻ ഇടയാകും, അവർക്ക് ഭാഷാപരമൊക്കെ ലഭിക്കും, അവർ കടൽ കടന്നു പോയി ലോകത്തെമ്പാടും സുവിശേഷം അറിയിക്കാൻ ഇടയാകും. ആ ഒരു കാര്യം, ആ ഒരു പ്രവചനം ആണ് യേശുവിടെ പറഞ്ഞത്. തുടർന്ന് യേശു പറയുകയാണ്, നിങ്ങളാണ് ആളുകൾക്ക് പാപമോചനത്തിൻ്റെ മുഖാന്തരങ്ങൾ. അതായത് നിങ്ങളുടെ പ്രസംഗത്തിലൂടെയാണ്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പുറപ്പെട്ട സകലരോട് പ്രസംഗിക്കുക എന്നല്ലേ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് പാപമോചനം ഉണ്ടാകുന്നതും, അതായത് വിശ്വസിക്കുന്നവർക്ക്. വിശ്വസിക്കാത്ത ആളുകൾക്ക് അവരുടെ പാപം നിർത്തപ്പെടും, അവർ ന്യായവിധിക്കപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് തന്നെ വിശ്വസിക്കുന്ന മുഴുവൻ പേർക്കും, ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ആണ് ഈ കമ്മീഷൻ, ഈ ഒരു നിയോഗം നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും യേശുവിനെ കൈക്കൊള്ളുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് വരും, അവർക്ക് വലിയ ശക്തിയും യേശുവിനെ സാക്ഷിക്കാൻ, ലജ്ജയെ കൂടാതെ സാക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് പാപമോചനം ഉണ്ടാകാൻ, സന്തോഷം ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ, ലക്ഷ്യബോധം ഉണ്ടാകാൻ, ജീവിത ലക്ഷ്യം കണ്ടെത്തുവാൻ നാമാണ് മുഖാന്തരങ്ങളാകേണ്ടത്, ഉപാധികളാകേണ്ടത്. യേശുവിൻ്റെ സുവിശേഷം നാം അറിയിച്ച് അവരെ പ്രയോജനമുള്ളവരാക്കി, ദൈവത്തിന് മനുഷ്യർക്കും പ്രയോജനമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതാണ് യേശു പറയുന്നത്, നിങ്ങൾക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ സുവിശേഷം പറയും, ആളുകൾക്ക് പാപമോചനം ഉണ്ടാകും. ഇതാണ് യേശു ഉദ്ദേശിച്ചത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.